വെൽക്കം ടു അനദർ മിനി വ്ളോഗ്. രാവിലെ നേരത്തെ എഴുന്നേറ്റു. രാവിലത്തെ പത്രത്തിലെ ന്യൂസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. രാവിലെ അലോഷ്യസ് നേരത്തെ എഴുന്നേറ്റ് ബോഡി സ്ട്രെച്ച് ഒക്കെ ചെയ്തു. പിന്നെ വീട്ടിന്റെ ചുറ്റിനുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ചുറ്റിനും ഓമയ്ക്ക, പഴം, തേങ്ങ, കാന്താരി ഇതൊക്കെ കണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. കാരണം ഖത്തറിൽ ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. പിന്നെ ഷാലിന്റെ തലയിൽ എണ്ണ വെച്ചു കൊടുത്തു. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയറ്, പുട്ട്, പപ്പടം അതൊക്കെ നല്ല രീതിയിൽ അടിച്ചു കയറ്റി. ചൂട് പാറുന്ന പുട്ട്, പപ്പടം, ചെറുപയർ. രാവിലെ അലോഷി ഇരുന്ന് മുറ്റത്തുള്ള പൂച്ചകളൊക്കെ എണ്ണി കളിച്ചു. പിന്നെ അധികം നേരം ഞങ്ങൾ വീട്ടിൽ ഇരുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഹരിപ്പാട് ഷാലിന്റെ വീട്ടിലേക്കാണ്. അവിടെ ഷാലിന്റെ ഡാഡിയും മമ്മിയും ഉണ്ട്. ഇതാണ് ഷാലിന്റെ വീട്. ഡാഡിയാണ്. അലോഷ്യസ് അവിടെ നിന്നിരുന്ന അലോഷ്യസിനെ പഴയ ബോളുകളൊക്കെ തപ്പിയെടുത്തു. അമ്മച്ചിയോടൊക്കെ വർത്താനം പറയാൻ പോലും സമയമില്ല പയ്യന്. ഷാലിന്റെ വീടിന്റെ പുറകിലുള്ള ഒരു പാടമാണിത്. നല്ല കാറ്റാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. അലോഷ്യസ് വേറൊരു ബോളും കണ്ടുപിടിച്ചു. പിന്നെ ഡാഡിയുടെ മേളിലായിരുന്നു അലോഷ്യസ്. അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ജോസങ്ങളുടെ വീട്ടിൽ പോയി. ഇത് ജോസങ്ങളുടെ പഴയൊരു ബുള്ളറ്റാണ്. അവിടുത്തെ ഊഞ്ഞാലിൽ കയറിയിരുന്നു. ഈ ഊഞ്ഞാലിന്റെ ആ വള്ളി എങ്ങനെയാണ് ഫാനിൽ കൊള്ളാതെ ഇരിക്കുന്നതെന്ന് ഞാൻ കുറെ നേരം ഇരുന്ന് ആലോചിച്ചു. ആലോചനകൾ ഞങ്ങളെ എത്തിച്ചത് അനീഷച്ചന്റെ വീട്ടിലേക്കാണ്. പിന്നെ അവിടെ നിന്ന് പരിമലയിൽ സുനിലച്ചന്റെ വീട്ടിലും പോയി. അവിടെ വെച്ച് അലോഷി സുനിലച്ചന്റെ കുഞ്ഞുമായി ചെറുതായിട്ടൊന്ന് ജഗടായിട്ടു. വൈകുന്നേരം 5 മണിയായപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഒരു കാപ്പിയും ബോളിപ്പപ്പടവും കഴിച്ചു. ഞങ്ങളുടെ ഐശ്വര്യം കൊണ്ടാന്ന് അറിഞ്ഞുകൂടാ വീടിന്റെ ഫ്യൂസ് അടിച്ചുപോയി. അതൊക്കെ നന്നാക്കി കയറി കിടന്ന് ഒങ്ങു വെച്ചു. അപ്പൊ ശുഭദിനം. ഗുഡ് ബൈ.